ഹായ്. ഇന്ന് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫങ്ഷൻസ് ഇൻ സി, അതുപോലെ തന്നെ ഒരു ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, ഒരു ഫങ്ഷൻ എഴുതുമ്പോൾ നെയിമിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ഒരു ഫങ്ഷൻ എന്തൊക്കെ ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മൾ ഫോളോ ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫങ്ഷൻസ് എന്ന് നോക്കാം. ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പീസ് ഓഫ് പ്രോഗ്രാം ദാറ്റ് പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഫങ്ഷണാലിറ്റീസും ലോജിക്കും നമ്മൾ ഇതുണ്ടാകും. സോ ഇത്തരത്തിലുള്ള ലോജിക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഒരു ബ്ലോക്കുകളായിട്ട് എഴുതുന്നതിനാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസുകളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും, രണ്ട് ഇൻബിൽറ്റ് ഫങ്ഷൻസും. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെവലപ്പേഴ്സ് പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻബിൽറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഡർ ഫയൽ അല്ലെങ്കിൽ ലൈബ്രറീസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് ഇൻബിൽറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പ്രിൻ്റ് ആൻഡ് സ്കാനർ. ഈ രണ്ട് ഫങ്ഷൻസും നമ്മളുടെ പ്രോഗ്രാമിൽ എവിടെയും തന്നെ ഡിഫൈൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഡിഫൈൻഡ് ഇൻ അവർ എഡർ ഫയൽസ്. സോ ഇത്തരത്തിലുള്ള എഡർ ഫയൽസ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻബിൽറ്റ് ഫങ്ഷൻസ് ഇമ്പോർട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് എന്താണ് ഒരു ഫങ്ഷൻസ്, എങ്ങനെ നമുക്കൊരു ഫങ്ഷൻസ് എഴുതാൻ സാധിക്കും, ഇതെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ സഹിതം ഡിസ്കസ് ചെയ്യാം. ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഞാൻ എഴുതിയിട്ടുള്ള ലോജിക് എന്ന് പറയുമ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ലോജിക്ക് മാത്രമാണ്, റൈറ്റ്. അതിനായിട്ട് ഞാൻ 3 വേരിയബിൾസാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എ, ബി. എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ യൂസറിൻ്റെ ഇൻപുട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യാനും, സി എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ്, റൈറ്റ്. സോ ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു സ്ക്രീനിലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്, എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ദെൻ യൂസറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻപുട്ട് ലഭിക്കുമ്പോൾ ആ ഒരു വാല്യൂസ് എന്താണെങ്കിലും അത് എ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് പറയുകയാണെങ്കിൽ സെക്കൻഡ് വേരിയബിളും നമ്മൾ യൂസറിൻ്റെ ഭാഗത്തുനിന്ന് ഇൻപുട്ടായിട്ട് റിസീവ് ചെയ്ത് അത് ബി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ഇൻഡിജർ വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്ത് അതിൻ്റെ എന്താണോ റിസൾട്ട്, എൻ്റെ റിസൾട്ട് അത് സി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് ആ സി എന്ന വേരിയബിളിൻ്റെ വാല്യൂസ് എന്താണോ അതിൻ്റെ എൻഡ് റിസൾട്ട് നമ്മളൊരു സ്ക്രീനിലേക്ക് പ്രിൻ്റ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്യാനുള്ള ലോജിക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനും നമ്മൾ രണ്ട് നമ്പേഴ്സ് യൂസറിൻ്റെ ഭാഗത്തുനിന്ന് ഇൻപുട്ട് ചെയ്ത് അത് വേരിയബിളിലേക്ക് എ എന്നുള്ള വേരിയബിളിലേക്കും ബി എന്ന വേരിയബിളിലേക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടിൻ്റെയും പ്രോഡക്റ്റ് കണ്ട് സി എന്ന വേരിയബിളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് ആ സി എന്ന വേരിയബിൾ ഫൈനലി സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യുന്നു. ഇത്രയാണ് ഞാൻ ലോജിക്ക് എഴുതിയിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ട് സിമ്പിൾ ലോജിക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ്, അതായത് ആഡ്, മൾട്ടിപ്ലൈ, ഡിവിഷൻ, അങ്ങനെ കുറേ ഫങ്ഷണാലിറ്റീസ് നമ്മൾ എഴുതുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബിക്കം മോർ കോംപ്ലക്സ്. സോ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ടാസ്ക്കും, ഒരു സിമ്പിൾ ടാസ്ക് എന്താണോ അതിനെ ഡിവൈഡ് ചെയ്ത് ഒരു ഫങ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഒരു എഴുതുന്നതിലൂടെ നമുക്ക് ഒരു മൊത്തത്തിൽ ഒരു പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി വളരെ കുറയ്ക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ രണ്ട് ഫങ്ഷൻസിനെയും രണ്ട് ഫങ്ഷൻസായി ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ രണ്ട് ഫങ്ഷൻസിനെയും ഞാൻ രണ്ട് ആക്ടിവിറ്റീസിനെയും രണ്ട് ഫങ്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആഡ് എന്നുള്ള ഫങ്ഷനായിട്ടും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ എന്നുള്ള ഫങ്ഷനായിട്ടും. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഫങ്ഷൻ, ആഡ് എന്നുള്ള ഫങ്ഷൻ. അതിൽ ഓൺലി അഡീഷന് വേണ്ടിയിട്ടുള്ള എന്താണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡീഷന് വേണ്ടിയിട്ട് രണ്ട് വാല്യൂസ് ഞാൻ ഇൻപുട്ടായി യൂസറിൻ്റെ ഭാഗത്തുനിന്ന് ഇൻപുട്ടായി റിസീവ് ചെയ്യുന്നു. ദെൻ സി എന്ന വേരിയബിളിലേക്ക് അതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് കണ്ട് അത് സി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത്
അത് ഫൈനലി സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യുന്നു. ഇതാണ് ഞാൻ ആഡ് എന്നുള്ള ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ എന്നുള്ള ഫംഗ്ഷനിൽ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ലോജിക്കാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ആക്ടിവിറ്റീസിനെയും ഞാൻ രണ്ട് ഫങ്ഷൻസ് ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്ത് ആ ഫംഗ്ഷന് മെയിൻ ഫംഗ്ഷനിൽ കോൾ ചെയ്തായിട്ട് കാണാം. നമുക്കെല്ലാവർക്കും അറിയാം സി പ്രോഗ്രാമിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മെയിൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. സോ മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതിയിട്ടുള്ളത് തന്നെ ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോളിംഗ് ആണ്. ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ട്. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ഫംഗ്ഷൻ അതെന്താണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇതാണ് ആഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണിത്. ഞാൻ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ആഡ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ ബോഡിയാണ് ഇത്. നമ്മൾ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഫംഗ്ഷൻ ഓപ്പണിംഗ് ബ്രേസസ് ഉണ്ടാകും, അതുപോലെ തന്നെ ക്ലോസിംഗ് ബ്രേസസ് ഉണ്ടാകും. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണോ എഴുതുന്നത് അതിനെയാണ് ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. ഇതിന് മൊത്തത്തിലാണ് നമ്മൾ പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഫംഗ്ഷൻ കോളിംഗ്. ഈ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനറ്റ്ലി വി ഹാവ് ടു കോൾ. അതിനാണ് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ആഡ് എന്നുള്ളത് ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. സോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതോടുകൂടി തന്നെ കൺട്രോൾ ഡയറക്റ്റ്ലി റീച്ച് ഇൻ ടു ഫംഗ്ഷൻ ഡെഫിനിഷൻ. അതായത് ഈ ഒരു ആഡ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുമ്പോൾ കൺട്രോൾ ആഡ് എന്നുള്ള ഫംഗ്ഷൻ ഓപ്പണിംഗ് പൊസിഷനിലെത്തി സ്റ്റേറ്റ്മെൻറ്റ് 1/1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൺട്രോൾ വിൽ റീച്ച് ഇൻ ടു ദി എൻഡ്. അതായത് ക്ലോസിംഗ് ബ്രേസസ് നമ്മൾ കൊടുത്തിട്ടുള്ള അവിടെ എത്തും. അതോടുകൂടിയിട്ട് തന്നെ ലൈക്ക് ഫംഗ്ഷൻ എക്സിറ്റ് ചെയ്ത് നമ്മൾ മെമ്മറിയിൽ എത്രയാണോ സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ മെമ്മറി എല്ലാം തന്നെ റിലീസ് ചെയ്യാവുന്നതാണ്. സോ ഇത്തരത്തിൽ മെമ്മറി വളരെ എഫക്റ്റീവായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ഫംഗ്ഷനിലൂടെ സാധിക്കും. ഫംഗ്ഷനിൽ അനദർ ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് റീയൂസബിലിറ്റിയാണ്. എന്താണ് റീയൂസബിലിറ്റി എന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്ട്സ് കാണാനുമാണ് പ്രോഗ്രാം. സോ ഇപ്പോൾ എനിക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കണ്ടതിന് ശേഷം വീണ്ടും ആ രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്ത് അതിൻ്റെ സമ്മ് കാണണമെങ്കിൽ അഗെയിൻ ഈ ഇത്രയും ലൈൻസ് അഗെയിൻ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഇത്തരത്തിൽ നമുക്ക് വീണ്ടും ഒരു ട്രഡീഷണൽ അപ്രോച്ച് എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇത്തരത്തിൽ ലോജിക്ക് നമ്മൾ എഴുതിയ ലോജിക്ക് തന്നെ വീണ്ടും എഴുതേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഫങ്ഷൻസ് സെക്കൻഡ് എക്സാമ്പിളായിട്ടുള്ള ഫങ്ഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഡ് എന്നുള്ള ഫങ്ഷൻസിനെ വീണ്ടും ജസ്റ്റ് കോൾ ചെയ്താൽ മതിയാകും. സോ ഇതിനെയാണ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തതിന് ശേഷം അതിന് ജസ്റ്റ് എപ്പോഴേക്കാണ് നമ്മൾക്ക് ആ ഫങ്ഷൻസിന് ആവശ്യമുള്ളത് അപ്പം ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതിയാവും. ഇത്തരത്തിൽ റീയൂസബിലിറ്റി എൻഷുർ ചെയ്യാനും നമ്മൾ ഫങ്ഷൻസിലൂടെ സാധിക്കും. ഇത്തരത്തിൽ 3 അഡ്വാൻറ്റേജസ് ആണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതോടെ നമുക്ക് കിട്ടുന്നത്. ഒന്ന്, റെഡ്യൂസ് ദി കോംപ്ലക്സിറ്റി. അതായത് ഒരു ഫങ്ഷൻസ് ഒരു മൊത്തത്തിലുള്ള ഒരു കോഡ് തന്നെ നമ്മൾ വി വിൽ ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് പീസസ്. അത്തരത്തിൽ അതിൻ്റെ ഫങ്ഷൻസിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാനും ഇതിലൂടെ നമുക്ക് ഡിബഗിങ് വളരെ ഈസി ആയിട്ട് പോസിബിളാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ആഡ് എന്നുള്ള ഫങ്ഷൻസിൽ എന്തെങ്കിലും രീതിയിൽ ഒരു എറേഴ്സോ മറ്റോ ലോജിക്കൽ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫങ്ഷൻ ബ്ലോക്കിൽ തന്നെ ഡയറക്റ്റ് പോയിക്കൊണ്ട് നമുക്ക് അതിൻ്റെ എറേഴ്സ് ആണെങ്കിലും ലോജിക്കൽ മിസ്റ്റേക്സ് ആണെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. രണ്ടാമത് പറയുന്നത് എഫക്റ്റീവ് മെമ്മറി യൂട്ടിലൈസേഷൻ ആണ്. അതായത് ഒരു ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടിയിട്ട് ആ മെമ്മറീസ് എല്ലാം തന്നെ റിലീസ് ചെയ്ത് എഫക്റ്റീവായിട്ട് ആ ഒരു സ്പേസ് മറ്റു പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ എഫക്റ്റീവ് മെമ്മറി യൂട്ടിലൈസേഷൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത് പറയാനുള്ളത്. മൂന്നാമതായിട്ട് നമുക്ക് പറയാനുണ്ടെങ്കിൽ റീയൂസബിലിറ്റിയാണ്. അതാണ് മെയിൻ അഡ്വാൻറ്റേജസ്.
നമുക്ക് വീണ്ടും വീണ്ടും സെയിം ലോജിക്ക് വീണ്ടും വീണ്ടും എഴുതുന്നതിന് പകരം ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ജസ്റ്റ് കോൾ ചെയ്ത് റീയൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഒരു ഫംഗ്ഷൻ നെയിമിംഗ് ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒരു വേരിയബിൾ നെയിമിംഗ് കൊടുക്കുമ്പോൾ എന്തെല്ലാം റൂൾസ് അപ്ലിക്കബിൾ ആണ് അതെല്ലാം തന്നെ ഒരു ഫംഗ്ഷൻ നെയിമിംഗ് ചെയ്യുമ്പോഴും അപ്ലിക്കബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരിക്കലും തന്നെ നമുക്കൊരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഫംഗ്ഷൻ നെയിമിൽ കൊടുക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ നെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും തന്നെ ഇൻറ്റിജർ നമ്പേഴ്സ് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ തന്നെ കീവേഡ്സ് ആയിട്ടുള്ള ഫോർ, ഇൻറ്റ് അത്തരത്തിലുള്ള കീവേഡ്സ് ഒന്നും തന്നെ നമുക്ക് ഫംഗ്ഷൻ നെയിമിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ നമുക്ക് എന്തായാലും ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ ആഡ് അതുപോലെ തന്നെ മൾട്ടിപ്ലൈ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വാലിഡ് ഫംഗ്ഷൻ നെയിമാണ്. കാരണം എന്താ വെച്ചാൽ ആൽഫബറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഫംഗ്ഷൻ നെയിമിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതൊരു വാലിഡ് ഫംഗ്ഷൻ നെയിമാണ്. ബട്ട് വൺ ആഡ് ദിസ് ഈസ് നോട്ട് എ വാലിഡ് ഫംഗ്ഷൻ നെയിം. റീസൺ എന്താ വെച്ചാൽ ഒരിക്കലും തന്നെ ഒരു ഫംഗ്ഷൻ നെയിം ഒരു ന്യൂമറിക്കൽ വാല്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഫംഗ്ഷൻ നെയിമിൽ ഒരിക്കലും തന്നെ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ സാധ്യമല്ല. എക്സെപ്റ്റ് അണ്ടർസ്കോർ തീർച്ചയായും ഒരു വാലിഡ് അണ്ടർസ്കോർ തീർച്ചയായും നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. സോ എക്സെപ്റ്റ് അണ്ടർസ്കോർ ഒരിക്കലും തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധ്യമല്ല. ഫോർ എക്സാമ്പിൾ, ആഡ് ആഷ്, ദിസ് ഈസ് ആൻ ഇൻവാലിഡ് ഫംഗ്ഷൻ നെയിം. തീർച്ചയായും ഇതൊരു ഡിബഗിങ് എറർ തന്നെ കാണിക്കും. സോ അതുപോലെ തന്നെ ഒരിക്കലും തന്നെ നമുക്ക് ഒരു കീവേഡ് ഫംഗ്ഷൻ നെയിമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഫോർ, ദിസ് ഈസ് ആൾസോ ആൻ ഇൻവാലിഡ് ഫംഗ്ഷൻ നെയിം. സോ ഇത്തരത്തിൽ ഫംഗ്ഷൻ നെയിമിംഗ് കൊടുക്കുമ്പോൾ ഒരിക്കലും തന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ ഫംഗ്ഷൻ നെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസ് കൊടുക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ നമുക്കൊരിക്കലും തന്നെ കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഫംഗ്ഷൻ നെയിം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഇത്രയുമാണ് ഫംഗ്ഷൻ നെയിമിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാണ് ബെറ്റർ പ്രാക്ടീസസ് എന്നുള്ളത് നോക്കാം. തീർച്ചയായും ഒരു ഫംഗ്ഷൻ നെയിമിംഗ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായും സ്മോൾ ലെറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ ക്യാമൽ കേസും യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ആഡ് 2 നമ്പേഴ്സ്. ഇത്തരത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമൽ കേസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ അണ്ടർസ്കോർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. ആഡ് 2 നമ്പേഴ്സ്. ഇത്തരത്തിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിമിങ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് പീസസ് ആക്കാൻ ശ്രമിക്കുക. ഫംഗ്ഷൻ ഷുഡ് ബി വെരി സ്മോൾ. ലെങ്തി ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഫങ്ഷൻസിനെ വീണ്ടും നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഒരു സെപ്പറേറ്റ് ഫങ്ഷൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയാണ് ബെസ്റ്റ് പ്രാക്ടീസസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഫങ്ഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. I will come up with the next video. Till then.